പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ സെക്കൻഡ് ടേം റിവിഷൻ 2024. ചാപ്റ്റർ 8 എൻവയൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. ഇപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചു കാണുന്ന ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഇക്കോളജി? പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്, ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? Ecology refers to the complex network of biological and physical system and processes between the biotic and abiotic components of the environment. അതായത് നമ്മുടെ പരിസ്ഥിതി, അത് ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾ, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ റിവർ, കുന്നുകൾ, മലകൾ, അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ. ഇവ തമ്മിലുള്ള ബയോളജിക്കലും ഫിസിക്കലും ആയ ചില പ്രോസസ്സ്, പ്രക്രിയ, അതാണ് ഇക്കോളജി എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളുടെ പരിസ്ഥിതിയിൽ നമുക്ക് എന്തെല്ലാമുണ്ട്? ബയോട്ടിക് ഉണ്ട്, ജീവജാലങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, പിന്നെ ജന്തുജാലങ്ങളുണ്ട്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയുണ്ട്, അതുപോലെ പർവ്വതങ്ങൾ, കാറ്റ്, പുഴ, അരുവികൾ, ഇങ്ങനെയുള്ള അബയോട്ടിക് ഘടകങ്ങൾ. അത് നമ്മളുടെ ജീവിതത്തിന് അത് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നതാണ് ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്കോളജിയാണ് നമ്മുടെ ജീവജാലങ്ങളുടെ ചുറ്റുപാടുകൾ. ഇപ്പം നമ്മളൊരു ജീവജാലങ്ങൾ, ഇപ്പോൾ മനുഷ്യർ മാത്രമല്ല, മറ്റു ജന്തു, സസ്യ, ലതാദികളെല്ലാം ഒരു പരിസ്ഥിതി അനുസരിച്ചിട്ടാണ് വളരുന്നത്. ഇക്കോളജി എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് അവിടുത്തെ ക്ലൈമറ്റ് വരെ, മണ്ണിൻ്റെ ഘടന വരെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. അതുപോലെ ഹ്യൂമൻസ് ആർ ഓൾസോ എ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ഇക്കോളജി. മനുഷ്യരും ഒരു പരിസ്ഥിതിയുടെ ഭാഗമാണ്. നമ്മളുടെ ഈ ചുറ്റുപാടുകൾ, നമ്മളിവിടുത്തെ ക്ലൈമറ്റ്, ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ, കുടിക്കാനും കൃഷി ചെയ്യാനുള്ള വെള്ളം, ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് മനുഷ്യനും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ പരിസ്ഥിതിയുടെ അല്ലെങ്കിൽ ഇക്കോളജിയുടെ ഒരു ഔട്ട്കമ്മാണ് മനുഷ്യനും. വേരിയസ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇപ്പം നമ്മൾ ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ബയോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ, അരുവികൾ, പുഴകൾ, പ്ലെയിൻസ്, അതായത് നമ്മൾ താമസിക്കുന്ന ഭൂമി, കടൽ, ഈച്ച് വിത്ത് ദെയർ യുണീക്ക്. അപ്പോൾ ഓരോ പരിസ്ഥിതിക്ക് അനുസരിച്ച ഓരോ പ്രദേശത്തിലും വളരുന്ന ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളും ജന്തുക്കളും. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഈ പ്രകൃതിയിൽ അനുസരിച്ചുണ്ടാകുന്ന സസ്യങ്ങൾ എന്തൊക്കെയാണ്, പ്ലാന്റ്സ് എന്തൊക്കെയാണ് എന്നറിയാം. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ജീവികൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് അവിടുത്തെ രീതികൾ അനുസരിച്ച് അവിടെ ജീവിക്കുന്ന ജന്തുക്കൾ വ്യത്യാസമാണ്. ഓസ്ട്രേലിയൻ കങ്കാരു ഒക്കെ നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ അങ്ങനെ ഓരോ പരിസ്ഥിതിക്ക് അനുസരിച്ചിട്ടാണ് അവിടെ സസ്യങ്ങളും ജന്തുക്കളും ജീവിക്കുന്നത്. ദി ഇക്കോളജി ഓഫ് എ പ്ലേസ് ഈസ് അഫക്റ്റഡ് ബൈ ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ജോഗ്രഫി ആൻഡ് ഹൈഡ്രോളജി. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം, ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ ജലശാസ്ത്രം. അതായത് അവിടെയുള്ള വെള്ളം നമുക്ക് സാന്ദ്രത കുറവുള്ളതും നമുക്ക് കുടിക്കാൻ പറ്റുന്നതും നമുക്ക് ചെടിക്ക് ഒഴിക്കാൻ പറ്റുന്നതും. ഇപ്പോൾ ഉപ്പുള്ള വെള്ളമാണെങ്കിൽ അവിടെ ചെടികളൊന്നും വളരില്ല. അല്ലെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലമാണെങ്കിൽ അതിനെ നമ്മൾ മരുഭൂമിയായിട്ട് കണക്കാക്കും. അവിടെ വളരുന്നത് നമ്മുടെ ഇവിടെ നാട്ടിൽ വളരുന്ന ചെടികളൊന്നും അവിടെ വളരില്ല. അവിടെ കാക്ടസ് പോലുള്ള മുൾച്ചെടികളൊക്കെ ആയിരിക്കും അവിടെ വളരുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും ഭൂമിശാസ്ത്രവും ജലശാസ്ത്രവും അനുസരിച്ചിട്ടാണ് അവിടുത്തെ ഇക്കോളജി അനുസരിച്ചിട്ടാണ് അവിടെ വളരുന്ന സസ്യങ്ങളും ജന്തുക്കളും. ദ ഫ്ലോറ ആൻഡ് ഫ്യൂണ ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ അഡാപ്റ്റ് ദംസെൽവ്സ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഇക്കോളജി. ഇപ്പോൾ നമുക്കറിയാം ഹിമക്കരടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത്രയും മഞ്ഞിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ജീവിയാണ് ഹിമക്കരടി. അപ്പോൾ അവിടെ ജീവിക്കാനുള്ള ആ പരിസ്ഥിതി, ആ പരിസ്ഥിതിക്കനുസരിച്ച് ജീവിക്കാൻ അവരത് പൊരുത്തപ്പെട്ടു പോവുകയാണ്, അഡാപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തെ സസ്യ ജന്തുജാലങ്ങൾ
ആ പ്രദേശത്തെ ക്ലൈമറ്റ് അതനുസരിച്ച് അതിജീവിക്കാൻ വേണ്ടി ആ പരിസ്ഥിതിക്കനുസരിച്ച് പൊരുത്തപ്പെട്ടു പോകണം. ഇപ്പം നമ്മൾക്കൊരു പ്രദേശത്ത് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് കൃഷിയാണ് ധാരാളമെങ്കിൽ അവിടെ എല്ലാവരും ഭക്ഷിക്കുന്നത് ഉരുളക്കിഴങ്ങായിരിക്കും. മറ്റൊരു സ്ഥലത്ത് ഗോതമ്പാണ് കൃഷിയെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഭക്ഷിക്കുന്നത് ഗോതമ്പായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഭക്ഷണ രീതി, ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ വസ്ത്രധാരണം നമുക്കറിയാം. ഇപ്പോൾ കാനഡയുള്ള രാജ്യങ്ങളിലൊക്കെ അതിശൈത്യമുള്ള നാടാണ്. അവിടെ ഉണ്ടാകുന്ന ശൈത്യ ആ ക്ലൈമറ്റിനനുസരിച്ച് ഫ്രൂട്ട്സൊക്കെയാണ് ഭക്ഷണ രീതികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇക്കോളജി എന്ന് പറഞ്ഞാൽ ഓഫ് എ പ്ലേസ് ഹാസ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ലിവിങ് കണ്ടീഷൻ. അപ്പോൾ ഒരു പരിസ്ഥിതിയാണ്, ഇക്കോളജിയാണ് ഒരു സംസ്കാരം രൂപപ്പെടുന്നത്. ഒരു മനുഷ്യരുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ് സ്റ്റൈല്, അതുപോലെ തന്നെ വസ്ത്രധാരണം, തൊഴിൽ ചെയ്യുന്നത്, ഇതെല്ലാം ആ പ്രദേശത്തെ പരിസ്ഥിതി അനുസരിച്ചിട്ടാണ് അവൻ്റെ സംസ്കാരം രൂപപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇക്കോളജി ചോദിക്കുമ്പോൾ പറയേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ടു വേ പ്രോസസ് ബൈ വിച്ച് സോഷ്യൽ എൻവയൺമെൻറ്റ്സ് എമേർജ്. എങ്ങനെയാണ് സാമൂഹ്യ ചുറ്റുപാടുകൾ ഉയർന്നു വരുന്നത്? സോഷ്യൽ എൻവയൺമെൻറ്റ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ഇക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രകൃതി, അതാണ് പരിസ്ഥിതി, നമ്മുടെ എൻവയൺമെൻറ്റ്. പക്ഷേ സാമൂഹ്യ ചുറ്റുപാട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ സോഷ്യൽ എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മാർഗത്തിലാണ് ഉണ്ടാകുന്നത്. ഫിസിക്കൽ ഇക്കോളജി, അതായത് ബയോളജിക്കലും പിന്നെ അതുപോലെ ഭൗതികവുമായ ഇക്കോളജി. അതിൽ മനുഷ്യൻ്റെ ഇടപെടൽ, മനുഷ്യൻ അതിനെ കുറച്ചൊക്കെ തനിക്ക് ഉതകുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് രണ്ട് പ്രോസസ്സുണ്ട് എന്ന് പറയാം. ആ രണ്ട് പ്രോസസ്സിലൂടെയാണ് ഒരു സോഷ്യൽ എൻവയൺമെൻറ്റ് ഉണ്ടാകുന്നത്. അത് നമുക്ക് ഉദാഹരണ സഹിതം പറയാം. ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് ദ ഷേപ്പിംഗ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. നമ്മളെങ്ങനെയാണ് ഒരു മനുഷ്യ സമൂഹത്തെ ഷേപ്പ് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത്? പ്രകൃതി തന്നെയാണ് രൂപപ്പെടുത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മളുടെ ഭൂമിശാസ്ത്രവും അവിടെയുള്ള മണ്ണിൻ്റെ ഘടന, ജലത്തിൻ്റെ ഉപ്പ് സാന്ദ്രത, ഇതൊക്കെ അനുസരിച്ചാണ് മനുഷ്യൻ അവിടെ ഒരു വാസസ്ഥലം തിരഞ്ഞെടുക്കുന്നതും കൃഷി ചെയ്യുന്നതും അല്ലെങ്കിൽ വ്യവസായം ചെയ്യുന്നതും അല്ല. അപ്പോൾ ഇവിടെ പ്രകൃതിയാണ് ഹ്യൂമൻ സൊസൈറ്റി ഷേപ്പ് ചെയ്യുന്നത്. ആൻഡ് ദ ഷേപ്പിംഗ് ഓഫ് നേച്ചർ ബൈ ഹ്യൂമൻ സൊസൈറ്റി. അപ്പോൾ നമ്മൾ അതാണ് പറയുന്നത്. ഹ്യൂമൻ സൊസൈറ്റി ഈ പ്രകൃതിക്കനുസരിച്ച് പോകുന്നു. അതുപോലെ മനുഷ്യൻ പ്രകൃതിയെ തനിക്കിണങ്ങുന്ന രീതിയിൽ രൂപപ്പെടുത്തുന്നു. ഇത് രണ്ടും ഇണങ്ങുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നശിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രകൃതിയെ നശിപ്പിക്കുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഇടപെടൽ അവിടെ പ്രകൃതിക്ക് ഹാംഫുള്ളായ പല സംഭവവും നടത്തുന്നു. അതും ഇതിന് ഉദാഹരണമായിട്ട് കൊടുക്കാം. ഇനി ഇവിടെ നമുക്കൊരു ഉദാഹരണം കൊടുക്കാനുള്ളത്, ഫോർ എക്സാമ്പിൾ ദ സോയിൽ ഫെർട്ടിലിറ്റി ഓഫ് ദ ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ. അതായത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമുക്കറിയാം, അവിടെ ആളുകൾ താമസിക്കാനും ഒരു സംസ്കാരം ഉണ്ടാകാനും കാരണം എന്താണ്? ആ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയാണ്. അപ്പോൾ ആ ഒരു പ്രകൃതി ബയോളജിക്കൽ തിങ് അല്ലെങ്കിൽ ഫിസിക്കൽ തിങ് എന്ന് വേണമെങ്കിൽ പറയാം, മണ്ണിൻ്റെ എന്ന് പറയുമ്പോൾ അതാണ് അവിടെ ഹ്യൂമൻ സൊസൈറ്റി, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അവിടെ ആളുകൾ കൂടി പാർക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ദ സോയിൽ ഫെർട്ടിലിറ്റി ഓഫ് ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ എനേബിൾ അഗ്രികൾച്ചർ ആൻഡ് സസ്റ്റെയിൻ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ആളുകൾ താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എന്താണ്? ഒരു സോഷ്യൽ എൻവയൺമെൻറ്റ് ഉണ്ടായി, ഒരു സൊസൈറ്റി അവിടെ ഉണ്ടായി. എന്നാൽ വളരെയധികം ഡ്രൈ ആയ ഏരിയകളിൽ, പ്രത്യേകിച്ച് ആരിഡ് ആൻഡ് ഡ്രൈ കണ്ടീഷൻ ഇൻ രാജസ്ഥാൻ, അവിടെ നമുക്ക് കന്നുകാലികളെ മേയിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. രാജസ്ഥാനിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾക്ക് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ കന്നുകാലികളെ മേയിച്ച് ജീവിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ പ്രകൃതിയാണ് സോഷ്യൽ എൻവയൺമെൻറ്റ് ഉണ്ടാക്കുന്നത്, സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ആണിതിന് ഉദാഹരണം. ദിസ് റെപ്രസെൻറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് നേച്ചർ ഓൺ ഹ്യൂമൻ ലൈഫ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? പ്രകൃതി എങ്ങനെ മനുഷ്യജീവിതം രൂപപ്പെടുത്തുന്നു, മനുഷ്യ സമൂഹത്തെ ക്രമീകരിക്കുന്നു എന്നുള്ളത്. ഇനി നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഒരുപാട് ഇൻവെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ
വെള്ളമില്ലെങ്കിലും അവിടെ നമ്മൾ ഇറിഗേഷൻ ഫെസിലിറ്റി വരുന്നു. മണ്ണിനെ നമ്മൾ കിളച്ച് അതിൽ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ നമ്മളതിൽ വളങ്ങളൊക്കെ ചേർത്തിട്ട് ആ മണ്ണിനെ ശരിയാക്കി എടുക്കുന്നു. എയർ പൊല്യൂഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ് ആർ എക്സാമ്പിൾ ഓഫ് ദി ഇമ്പാക്റ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഓൺ നേച്ചർ. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് ആക്ടിവിറ്റി പറയാം. അതായത് മനുഷ്യൻ എങ്ങനെ പ്രകൃതിയെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നു പൊല്യൂഷനിലൂടെയും ആഗോള താപനത്തിലൂടെയും. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒരുപാട് പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കുമ്പോഴുള്ള പുകകളും അങ്ങനെയുള്ള മീഥൈൽ അങ്ങനത്തെയുള്ള ആൽക്കഹോളൊക്കെ നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്നും ഒക്കെ പോകുന്നത് നമ്മുടെ ഓസോൺ പാളികളിൽ പോയി തങ്ങി നിൽക്കുക, ഒരു ലെയറായിട്ട് തങ്ങി നിൽക്കുകയും അത് നമ്മുടെ ഭൂമിയുടെ ചൂടിനെ കടത്തിവിടാതിരിക്കുകയും, അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ചൂട് അതിചൂടായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ചൂട് കൂടുമ്പോൾ നമ്മൾ ധ്രുവങ്ങളിലുള്ള ഐസുകളെല്ലാം മഞ്ഞുകട്ടകളെല്ലാം ഉരുകി നമ്മൾക്ക് ഇവിടെ ഫ്ലഡ് എല്ലാം വരാൻ സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടു വേ പ്രോസസ്സ്. ഇനി അടുത്തത്, വൈ ആൻഡ് ഹൗ ഡസ് സോഷ്യൽ ഓർഗനൈസേഷൻ ഷേപ്പ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻവയൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്, നമ്മൾ മനുഷ്യർ പല സംഘടനകളും ഉണ്ടാക്കുന്നു, സാമൂഹ്യ സംഘടനകൾ. അതെങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതിയെയും അത് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ സൊസൈറ്റിയെ അതെങ്ങനെ ബാധിക്കുന്നു, ഒരു ബന്ധത്തെ. അപ്പോൾ നമുക്ക് പറയാം, സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് ഷേപ്പിംഗ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എൻവയൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി. ആദ്യത്തെ പോയിൻ്റ്, ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എൻവയൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി ഷേപ്ഡ് ബൈ സോഷ്യൽ ഓർഗനൈസേഷൻ. അത് എന്തൊക്കെയാണ് ഓർഗനൈസേഷൻ ഷേപ്പ് ചെയ്യുന്നത്? പ്രോപ്പർട്ടി റിലേഷൻ, അത് നിശ്ചയിക്കുന്നത് സമൂഹമാണ്. ആ ഭൂമി ആരുടേത്, ആർക്കൊക്കെ ഭൂമി സ്വന്തമാക്കാം, അല്ലെങ്കിൽ ആർക്കൊക്കെ ഭൂമി വാങ്ങാൻ പാടില്ല, സ്ത്രീകൾക്ക് ഉടമസ്ഥത അവകാശമില്ല, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നവന് മാത്രമേ ഭൂമി വാങ്ങാൻ പാടുള്ളൂ. ഈ റിലേഷനൊക്കെ ആരൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മളുടെ മതപരമായ സംഘടനകൾ നിർദ്ദേശിച്ചത്. ഫോർ ഇൻസ്റ്റൻസ്, ഈ ഫോറസ്റ്റ് ആർ ഓൺഡ് ബൈ ഗവൺമെൻറ്. പിന്നെ ഗവൺമെൻറ് ഇതുപോലെ പല പ്രോപ്പർട്ടി നിയമങ്ങൾ കൊണ്ടുവന്നു. അതായത് ഫോറസ്റ്റ് ഇനി ആദിവാസികളുടേതല്ല, അത് ഗവൺമെൻറ്റിൻ്റെയാണ്. അതിൽ ഗവൺമെൻറ്റിന് അധികാരമുണ്ട് അത് ടിമ്പർ കമ്പനി, തടി കമ്പനികൾക്ക് ലീസിന് കൊടുക്കാനായിട്ടും, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉൽപ്പന്നങ്ങൾ ആദിവാസികൾ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുണ്ട്. ഇനി രണ്ടാമത്തേത്, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ സോഴ്സസ് വിൽ അഫക്റ്റ് വെദർ അതേഴ്സ് ക്യാൻ ഹാവ് ആക്സസ് ടു ദീസ് റിസോഴ്സസ്. അതായത് ചില ജാതി വ്യവസ്ഥിതി കർശനമായിരുന്ന സൊസൈറ്റിയിൽ നമ്മൾക്ക് പൊതുകിണറിൽ നിന്ന് താഴ്ന്ന ജാതിക്കാർക്ക് ജലം എടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്വകാര്യ സമ്പത്ത് ആർജിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനുദാഹരണമായിട്ട് പറയാം. ഇനി ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓവർ റിസോഴ്സസ് ആർ ഓൾസോ റിലേറ്റഡ് ടു ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ ആരാണ് ഉടമ? അതായത് ഉടമ എന്ന് പറയുന്നത് അവിടെ ഉൽപാദന പ്രക്രിയയിൽ പണം ചെലവാക്കുന്ന ആൾ, അതായത് മുതലാളി. അതുപോലെ തൊഴിലാളികൾ, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ തൊഴിൽ ചെയ്യുന്നവർ. അപ്പോൾ ഓരോ ഡിവിഷൻ ഓഫ് ലേബറുണ്ട്. തൊഴിൽ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ആർക്ക് എന്ത് അവകാശം എന്ന് തീരുമാനിക്കുന്നത്. ഇനി നാലാമത്തെ പോയിൻ്റ്, ലാൻഡ്ലെസ് ലേബറേഴ്സ്. ഭൂമി ഇല്ലാത്ത തൊഴിലാളികളും സ്ത്രീകൾക്കും നാച്ചുറൽ റിസോഴ്സസ് സ്വന്തമായി, അതായത് ഭൂമി സ്വന്തമായി ലഭിക്കുന്നില്ലായിരുന്നു പുരുഷനെ പോലെ. ചില പുരുഷന്മാർക്കും താഴ്ന്ന ജാതിക്കാർക്ക് ലഭിക്കുന്നില്ല, അതേപോലെ തന്നെ സ്ത്രീകൾക്കും ലഭിക്കുന്നില്ല. ഇനി റൂറൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ഥാനം അതെങ്ങനെയാണ്? അവർക്ക് ഭൂമി ലഭിക്കുന്നില്ല, ഭൂമി സ്വന്തമാക്കാൻ അനുവാദമില്ല, പിതാവിൻ്റെ സ്വത്ത് പെൺമക്കൾക്ക് കിട്ടുന്നില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവർ ആ വീട്ടുപണിയൊക്കെ ചെയ്യാം. അവരുടെ ഉടമസ്ഥതയിൽ ഭൂമിയൊന്നും ഉണ്ടാകില്ല. അവർക്ക് വേണമെങ്കിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അവർക്ക് ഒരു വിധത്തിലും ആ ഒരു പറമ്പിലോ അല്ലെങ്കിൽ ആ ജലസ്രോതസ്സിലോ അവർക്ക് അധികാരം ഉണ്ടായില്ല.
അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ ഓർഗനൈസേഷൻ ഇൻഫ്ലുവൻസ് ഹൗ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ് റിലേറ്റ് ടു ദെയർ എൻവയർമെൻറ്റ്. ഒരു പരിസ്ഥിതിയിൽ വിവിധ വിഭാഗക്കാരുണ്ടെങ്കിൽ ഉയർന്ന വിഭാഗക്കാർക്കായിരുന്നു അധികാരം, ഈ റിസോഴ്സ് അനുഭവിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ റിസ്ക് സൊസൈറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. വൈ ഈസ് എൻവയറമെൻ്റൽ മാനേജ്മെൻറ്റ് എ കോംപ്ലെക്സ് ആൻഡ് ഹ്യൂജ് ടാസ്ക് ഫോർ സൊസൈറ്റി? അപ്പോൾ ഒരു വലിയൊരു സൊസൈറ്റിയിൽ എൻവയറമെൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യും? ഈ പരിസ്ഥിതിക്ക് മോശമാകാത്ത രീതിയിൽ എങ്ങനെ അവിടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കും? പിന്നെ എന്താണ് റിസ്ക് സൊസൈറ്റി? ഇത് രണ്ടും ചോദിക്കുകയാണെങ്കിൽ ഈ ഉത്തരം കൊടുക്കുക. ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഒരു അപകടം നിറഞ്ഞ ഒരു സമൂഹത്താണ്. ബിക്കോസ് ഹ്യൂമൻ റിലേഷൻ വിത്ത് എൻവയൺമെൻറ്റ് ഹാവ് ബിക്കം ഇൻക്രീസിംഗ്ലി കോംപ്ലെക്സ്. നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ വളരെ സങ്കീർണമാണ്. എപ്പോഴാണിത് സങ്കീർണമായത്? ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ, വ്യവസായവൽക്കരണം വന്നപ്പോൾ, ഡ്യൂ ടു ദ സ്പ്രെഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ ഈ എൻവയൺമെൻറ്റ് എങ്ങനെ മാനേജ് ചെയ്യാം? നമ്മൾക്കിവിടെ വ്യവസായം നടക്കണം, നമ്മൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് മരം വെട്ടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾക്ക് അത് യാതൊരു പരിസ്ഥിതി പ്രോബ്ലവും ഇല്ലാത്ത രീതിയിൽ അത് കൊണ്ടുപോവുകയും വേണം. അത് വലിയൊരു ടാസ്ക് ആണെന്നാണ് പറയണത്. അപ്പോൾ നമ്മളത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത തലമുറയ്ക്കും കൂടി കരുതി വെച്ചിട്ട് നമ്മൾ സ്രോതസ്സുകൾ ഉപയോഗിക്കുക, സ്രോതസ്സ് ഉപയോഗിച്ച് തീർക്കാതിരിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ എൻവയറമെൻ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലെക്സ് ഹ്യൂജ് ടാസ്ക്കാണ്. ബിക്കോസ് സഫിഷ്യൻറ്റ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ എബൌട്ട് ബയോഫിസിക്കൽ പ്രോസസ് ടു പ്രെഡിക്റ്റ് ആൻഡ് കൺട്രോൾ ദം. എങ്ങനെയാണ് ഈ ബയോഫിസിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കേണ്ടത്? ബയോളജിക്കൽ നമ്മൾക്കറിയില്ല, പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളും നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കുറവാണ്. അതുപോലെ മനുഷ്യനും എൻവയൺമെൻറ്റും തമ്മിലുള്ള ബന്ധവും എന്തായി മാറി? പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതായി മാറി. ദ റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് എൻവയൺമെൻറ്റ് ഹാസ് ബിക്കം കോംപ്ലെക്സ് ആയി മാറി. ആസ് ഇൻഡസ്ട്രിയലൈസേഷൻ ഹാസ് ആക്സിലറേറ്റഡ്, സ്പീഡാക്കി ദ എക്സ്ട്രാക്ഷൻ ഓഫ് റിസോഴ്സസ്. ചൂഷണം ചെയ്യുകയാണ്. അത് വിഭവങ്ങളിങ്ങനെ വെള്ളമാണെങ്കിലും മറ്റു വിഭവങ്ങളാണെങ്കിലും നമ്മൾ അതിങ്ങനെ അനാവശ്യമായി ജലസ്രോതസ്സും പെട്രോളും എല്ലാം അനാവശ്യമായി നമ്മൾ ഉപയോഗിച്ച് തീർത്ത് കളയാം. ദിസ് ഹാസ് എഫക്റ്റഡ് എക്കോസിസ്റ്റം. തീർച്ചയായിട്ടും ഇത് പരിസ്ഥിതികളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. പണ്ട് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വളരെ രൂക്ഷമായ പ്രശ്നമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്നും വളരെ ആക്യുറേറ്റ് അല്ല. അത് ഫ്രെജൈലാണ്, വീക്കാണ്, ഓഫൺ വൾനറബിളാണ്. അത് ആൾക്കും വളച്ചൊടിക്കാൻ പറ്റുന്നതാണ്. ഇത്തിരി പൈസ കൊടുത്താൽ ആ നിയമം ആർക്കും കയ്യിലെടുക്കാൻ സാധിക്കും. ദിസ് ഹാസ് ഓൾസോ ഗിവൺ റൈസ് ടു മെനി എൻവയൺമെൻറ്റൽ പ്രോബ്ലം ആൻഡ് റിസ്ക്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മണൽ മാഫിയകൾ മണലുമായിരുന്നു. പിന്നെ തീരപ്രദേശത്ത് അനധികൃതമായിട്ട് നമ്മൾ ബിൽഡിങ് കെട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൊല്യൂഷൻസ് വരുത്തുന്നു. നമ്മളിപ്പോൾ നമ്മളുടെ ഫാക്ടറികളിൽ നിന്നുള്ള ചില പുകകൾ അതൊക്കെ ജനങ്ങൾക്ക് ശ്വസിക്കുന്ന രീതിയിൽ തുറന്നിടുകയാണ്. അപ്പോൾ ചിലതൊക്കെ വലിയ അപായം ആണ് സംഭവിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഡിസാസ്റ്ററാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഒരുപാട് ആൾക്കാരുടെ മരണത്തിന് കാരണമായതാണ് ഭോപ്പാൽ വാതക ദുരന്തം. അപ്പോൾ വി ഡു നോട്ട് ഫുള്ളി ഗ്രാസ് ദ ടെക്നോളജി. നമുക്കറിയില്ല പല ടെക്നോളജി എന്താണെന്ന്. ആൻഡ് പ്രൊഡക്ട്സ് വി യൂസ്, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചിൻ്റെ ദൂഷ്യഫലങ്ങൾ. നമ്മളിപ്പോൾ കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പല ഭക്ഷണത്തിലും ആഡ് ചെയ്യുന്ന പല പ്രിസർവേറ്റീവ്സുകളും വളരെയധികം ഹാംഫുൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ നമ്മൾ കാർഷിക രീതിയിൽ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന പലതും, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സും ഇപ്പോൾ ഓർഗാനിക് ആണെങ്കിൽ പോലും നമ്മൾക്കതൊക്കെ എങ്ങനെ ഹാംഫുൾ ആയിരിക്കുമെന്നും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ വളരെ റിസ്ക് പിടിച്ച ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ദ റിസ്ക് സൊസൈറ്റി ഡെവലപ്ഡ് ബൈ ടു സോഷ്യോളജി. അപ്പോൾ റിസ്ക് സൊസൈറ്റി എന്നുള്ള ആ ടേം തന്നെ രണ്ട് സോഷ്യോളജിസ്റ്റാണ് രൂപപ്പെടുത്തിയത്. ഉൾറിച്ച് ബെക്കും ആന്റണി ഗിറ്റൻസും. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അംബീഷ്യസ്, എക്സ്പാൻസീവ് ആൻഡ് ഡിബേറ്റഡ് ഓഫ് ദ സോഷ്യൽ തിയറി ഓഫ് റിസ്ക്. അപ്പോൾ റിസ്ക് സൊസൈറ്റി എന്നുള്ള തിയറി കൊണ്ടുവന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആൾറിച്ച് ബെക്കും ആന്റണി ഗിറ്റൻസുമാണ്. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് തിയറിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഗ്രാൻഡ് തിയറി ഓഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്?
കൺസേൺ വിത്ത് ട്രാൻസിഷൻ ഫ്രം മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഒരു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നിന്ന് എങ്ങോട്ട് മാറി? ഒരു റിസ്ക് നിറഞ്ഞ അപകടമായ ഒരു സൊസൈറ്റിയിലേക്ക്. എ ന്യൂ ഇറ ഡിസ്റ്റിങ്ക്വിഷ്ഡ് മച്ച് മോർ ബൈ ടെക്നോളജിക്കൽ ഹസാർഡ്സ്. ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ ടെക്നോളജിയുടെ അപകടങ്ങൾ നിറഞ്ഞ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ റിസ്ക് സൊസൈറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെൽത്ത് ഉണ്ടല്ലോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് മോർ സോ ബൈ ഡിസ്ട്രിബ്യൂഷൻ. ഒരുപാട് ബാഡ് തിങ്സും. വെൽത്ത് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് നല്ലത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് ബാഡ് തിങ്, പൊല്യൂഷൻ, കണ്ടാമിനേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് വേസ്റ്റ് ഇതും കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റിസ്ക് സൊസൈറ്റി. ഇനി അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയാം, നമുക്ക് ഒരു വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കൊടുങ്കാറ്റ്, ഇതൊക്കെ നാച്ചുറലാണ്. പിന്നെ അതുപോലെ ഭോപ്പാൽ ഡിസാസ്റ്റർ, ഇതൊക്കെ നമുക്ക് മാൻമെയ്ഡാണ്, മനുഷ്യൻ്റെ അനാസ്ഥ കൊണ്ട് ഉണ്ടായതാണ്. സുനാമി അത് 2004 വന്നത്, അതൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഡിസാസ്റ്ററാണ്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് ഡിസാസ്റ്റർ ഡിവൈഡ് ഇൻ ടു 2 ബേസിക് ഗ്രൂപ്പ്, അതായത് എർത്ത് വോൾക്കനോ, ഹറിക്കെയിൻസ് അതായത് ചുഴലിക്കാറ്റുകൾ, ഫ്ലഡ്, വെള്ളപ്പൊക്കം, കാട്ടുതീ, ഫയേഴ്സ്, ഇതെല്ലാം നമ്മൾ നാച്ചുറലായിട്ട് കണക്കാക്കുന്നു. എമംഗ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെങ്കിൽ യുദ്ധം, പിന്നെ നമ്മളെ പൊല്യൂഷൻ, അതുപോലെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, നമ്മൾ ബോംബൊക്കെ ഇടുക, പിന്നെ നമ്മൾ തീയിടുക, കാട്ടുതീയല്ല അല്ലാതെ തീപിടുത്തം, ഇതെല്ലാം മനുഷ്യൻ്റെ അശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ന്യൂക്ലിയർ സ്ഫോടനം മാത്രമല്ല, വിമാനാപകടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. ഇനി വാട്ട് ആർ സം ഇമ്പോർട്ടൻറ്റ് ഫോംസ് ഓഫ് പൊല്യൂഷൻ റിലേറ്റഡ് എൻവയോൺമെൻറ്റ് ഹസാർഡ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓണായിട്ട് പറയാവുന്നേ ഉള്ളൂ. ഒന്ന് എയർ പൊല്യൂഷനാണ്, നമ്മുടെ ഫാക്ടറിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ഒക്കെ പുറന്തള്ളുന്ന, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ എർബൻ ഏരിയ. പിന്നെ അതുപോലെ ഗ്രാമങ്ങളിലാണെങ്കിലോ നമ്മൾ വിറക് കത്തിക്കുന്നത്, അടുക്കളയിൽ അമ്മമാർ വിറക് കത്തിക്കുന്നത് തന്നെ വളരെയധികം വായുമലിനീകരണം ഉണ്ടാക്കുന്നു, അവർക്ക് വളരെയധികം അസുഖങ്ങളും ഉണ്ടാക്കുന്നു. കാർബൺ മോണോക്സൈഡൊക്കെ ശ്വസിച്ചിട്ട് വളരെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലമാണ് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും. എയർ പൊല്യൂഷൻ വളരെയധികം അസുഖങ്ങൾക്ക് കാരണമാണ്. ഇനി വാട്ടർ പൊല്യൂഷൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നമ്മൾ ഗ്രൗണ്ട് വാട്ടർ, കിണറ്റിലെ വെള്ളം, പാടങ്ങളിലും കൃഷിഭൂമിയിലൊക്കെ കീടനാശിനിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ പൊല്യൂഷൻസൊക്കെ വരുമ്പോൾ അതൊക്കെ വെള്ളത്തിലേക്ക് പോകുന്നു. അങ്ങനെ വെള്ളമൊക്കെ അഴുക്കായി മാറുന്നു. ഫാക്ടറി വേസ്റ്റും എല്ലാം ചിലവർ പുഴയിലോട്ടൊക്കെയാണ് ഒഴുക്കുന്നത്. അപ്പോൾ മെയിൻലി കോസ്ഡ് ബൈ ഡൊമസ്റ്റിക് സീവേജ്. നമ്മൾ അടുക്കള മാലിന്യങ്ങൾ കൊണ്ട് വെള്ളത്തിലേക്ക് കളയുന്നു. അതുപോലെ തന്നെ ഫാമിലെ വേസ്റ്റ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്, ഇതെല്ലാം വെള്ളവുമായി ലയിച്ച് പോകുന്നു, കിണറിലും നമ്മുടെ പുഴകളിലും ഒക്കെ എത്തിച്ചേരുന്നു. പിന്നെ നോയ്സ് പൊല്യൂഷൻ, ശബ്ദമലിനീകരണം, മൈക്കിലൂടെയുള്ള ഉച്ചഭാഷണികൾ, പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ്, രാഷ്ട്രീയമായ ബഹളങ്ങൾ, അതൊക്കെ നമുക്ക് എപ്പോഴും ഇലക്ഷൻ ടൈമിലാണ്. പിന്നെ ഹോൺ, വെഹിക്കിളിൻ്റെ ഹോൺ, അത് സഹിക്കാൻ പറ്റാത്തതാണ്. വാഹനങ്ങൾ അനാവശ്യമായി ഹോണടിച്ച് പോവുക. പിന്നെ ട്രാഫിക്, കൺസ്ട്രക്ഷൻ വർക്കിൽ നമ്മൾ ബിൽഡിങ്ങിൽ നടത്തുമ്പോൾ ഒരുപാട് ഡ്രില്ല് ചെയ്യുന്ന ശബ്ദം, ഇതെല്ലാം നമുക്കൊരുപാട് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. ഇനി എന്തൊക്കെയാണ് എൻവയറമെൻ്റൽ ഇഷ്യൂസ് വിത്ത് റിസോഴ്സ് ഡിപ്ലഷൻ എന്ന് പറഞ്ഞാൽ തീർന്നു പോവുകയാണ്. നമ്മളിങ്ങനെ അമിതമായി ഉപയോഗിച്ചിട്ട് നമ്മളുടെ വിഭവങ്ങൾ, വെള്ളം അല്ലെങ്കിൽ പെട്രോൾ, ഇതൊക്കെ അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. പിന്നെ ഡിപ്ലഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ യൂസിങ് അപ്പ് ഓഫ് നോൺ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സ്. നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വെള്ളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ ഉറവ വറ്റിപ്പോയാൽ നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റാതെ ജീവിക്കേണ്ടി വരും. പെട്രോളൊക്കെ ഉണ്ടാക്കുന്നത് കോടാനുകോടി കൊല്ലങ്ങൾ ഉണ്ടാകുന്നതാണ് പെട്രോൾ എന്ന് പറയുന്ന സോഴ്സസ്. അതൊക്കെ നമ്മളങ്ങോട്ട് ഉപയോഗിച്ച് തീർത്താൽ നമുക്കൊന്നും പെട്രോളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സസ് ഒന്ന് ഗ്രൗണ്ട് വാട്ടർ ലെവല് അത് ഇല്ലാണ്ടായി കഴിയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം
നമുക്ക് ഒരുപാട് അക്യൂട്ട് ഷോർട്ടേജ് ഉണ്ട് ഇന്ത്യയിൽ. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശിലൊക്കെ വെള്ളത്തിന് വേണ്ടി അവർ കിലോമീറ്ററുകൾ ഇങ്ങനെ നടന്നിട്ട് വേണം പോകാനായിട്ട്. ഇത് ഗ്രോയിങ് ഡിമാൻഡ് ഓഫ് അഗ്രികൾച്ചറിന്, വ്യവസായത്തിന്, അർബൻ സെക്ടറിന്, ഇതിനൊക്കെ ഒത്തിരി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജലക്ഷാമം. പിന്നെ നമ്മൾക്ക് ഫെർട്ടൈൽ സോയിൽ ഇല്ലാണ്ടായി പോവുകയാണ്. എങ്ങനെയാണ് അതൊക്കെ? മണ്ണൊലിപ്പ്, വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് സ്ഥലങ്ങൾ, ഉപ്പ് സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല മണ്ണുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി, അതായത് നമ്മുടെ കാട്ടിലെ വനം, പുൽമേടുകൾ, തണ്ണീർത്തടങ്ങൾ, വെള്ളം അരുവികൾ, അങ്ങനെയുള്ള ജൈവ വൈവിധ്യങ്ങൾ, പല ജീവജാലങ്ങളുണ്ട്, അതൊക്കെ ഇല്ലാണ്ടാകുന്നത് അത് വലിയൊരു പ്രശ്നമാണ്. പല ജീവികളും പല സസ്യജാലങ്ങളും പല വംശനാശം സംഭവിക്കുന്ന ജന്തുക്കളും ഉണ്ട്. അപ്പോൾ അതുമൊക്കെ വളരെ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കതറിയാം, ടൈഗർ പോപ്പുലേഷൻ അതിപ്പോൾ നമ്മൾ ഡിക്ലൈനിങ് നമ്പറായിട്ട് വരുന്നു. ഇനി എന്താണ് ഗ്ലോബൽ വാർമിംഗ്? എനിക്കറിയാം ഇത് ഇത്തിരി ലെങ്തി ആയി പോകുന്നുണ്ട്, പക്ഷേ ഈ ചാപ്റ്റർ അങ്ങോട്ട് പഠിച്ചു പോവുക. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ കാർബൺ ഡയോക്സൈഡ്, മീത്തേൻ ഇതെല്ലാം പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത്. വളരെ റിസ്ക്കാണ്. ഇത് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടും, ആഗോളതലത്തിൽ അത് കൂടും. അതുകൊണ്ട് പോളാർ റീജിയനിലുള്ള ഐസെല്ലാം മെൽറ്റായിട്ട് സീ ലെവൽ അങ്ങോട്ട് കൂടും. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ വരുമ്പോൾ ലോ ലൈങ് കോസ്റ്റൽ ഏരിയാസൊക്കെ അവിടെയൊക്കെ വളരെ പ്രോബ്ലം വരും. അവിടെയൊക്കെ കൂടുതലും വെള്ളം കയറും. അതുപോലെ തന്നെ ഇക്കോളജിക്കൽ ബാലൻസിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും, നമ്മുടെ ക്ലൈമറ്റ് മാറും. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഈസ് ലൈക്ലി ടു റിസൾട്ട് ഇൻ ഗ്രേറ്റർ ഫ്ലക്ച്വേഷൻ ആൻഡ് അൺസർട്ടനിറ്റി ക്ലൈമറ്റ് ഉണ്ടാകും. പിന്നെ ചില ഇതെല്ലാം നമ്മളിപ്പോൾ ചില പഴങ്ങളും അല്ലെങ്കിൽ ചില ജീവികളെയൊക്കെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ന്യൂ ടെക്നിക്കാണത്. ജീൻ സ്പ്ലൈസിങ് ചെയ്യുകയാണത്. ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തിയിട്ട് നമ്മളൊരു പുതിയ സവിശേഷതയുള്ള ഒരു ജീവിയെ, സ്പീഷീസിനെ, വർഗത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് സസ്യത്തിലും ആണെങ്കിലും നമ്മൾ വളർത്ത് മൃഗങ്ങളിലും ഒക്കെ അതൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോൾ ജനറ്റിക് മോഡിഫിക്കേഷൻ നടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് പ്രൊഡക്ട്സ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ നമുക്ക് അതൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അത് റിസ്ക് ആണോ എന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അങ്ങനെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയ ഫുഡുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്കതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല, അത് റിസ്ക് ആണോ എന്ന്. മോറോവർ അഗ്രികൾച്ചർ കമ്പനീസ് ക്യാൻ യൂസ് ദിസ് ടെക്നിക് ടു ക്രിയേറ്റ് സ്റ്റെറൈൽ സീഡ്സ് പ്രിവെൻറ്റിങ് ഫാമേഴ്സ് ഫ്രം യൂസിങ് ദം. അപ്പോൾ അതുപോലെ തന്നെ ചില കമ്പനികൾ ഇങ്ങനെ സ്റ്റെറൈൽ ചെയ്ത സീഡുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും ഉപയോഗിക്കാൻ അവർക്ക് പറ്റാതെയാകുകയാണ്. അതിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നു, ആ ഒരു ചെടി ഉണ്ടാകുന്നു, ആ ചെടിയിൽ ഉൽപ്പന്നം ഉണ്ടാകുന്നു, വിത്ത് കിട്ടുന്നില്ല. വിത്ത് നമ്മൾ വീണ്ടും സ്റ്റെറൈൽ ചെയ്തത് വാങ്ങിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് പ്രോബ്ലംസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി, അടുത്ത ചാപ്റ്ററുമായി ഉടനെ എത്താം. താങ്ക് യു.